ഹലോ ബഡീസ്, ഇറ്റ്സ് മീ ഐബഡി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വെളിനെല്ലൂരാണ്. വെളിനെല്ലൂർ മണികണ്ഠൻ എന്ന ആന കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോവുകയാണ്. അപ്പോൾ ആനയ്ക്കൊപ്പം ഞാനും ആന വണ്ടിയിൽ ഒരു യാത്ര നടത്തുകയാണ്. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി പള്ളിക്കൽ പകൽക്കുറി കഴിഞ്ഞിട്ടാണ് വെളിനെല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത്. അവിടെയാണ് വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഉള്ളത്. അവിടെയാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ആന കെട്ടും കെട്ടി മലയ്ക്ക് പോകുന്നത് കേൾക്കുന്നത് തന്നെ. അപ്പോൾ അതൊന്ന് കാണാനും കൂടുതൽ അറിയാനും ആ ഒരു കാഴ്ചകൾ പകർത്താനും നമ്മുടെ സുഹൃത്തുക്കളിലോട്ട് എത്തിക്കാനുമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ ഒരു 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ എത്തി. അമ്പലവും അമ്പലക്കുളവും ആൽത്തറയും ശാന്തമായ അന്തരീക്ഷവും നമ്മുടെ വെളുപ്പാങ്കാലത്തിടുന്ന ആ ഒരു ഭക്തിഗാന പാട്ടുകളും ഒക്കെ നല്ല രസമുണ്ടായി. നല്ലൊരു പോസിറ്റീവ് വൈവാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് തന്നെ. സമയം ഏകദേശം ഇപ്പോൾ 7:55 ആകുന്നു. ചടങ്ങുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ആനയെ നമ്മൾ കുളിപ്പിച്ച് മുകളിലോട്ട് കയറ്റി അതിനുശേഷം കെട്ടാനായിട്ട് അമ്പലത്തിനകത്തോട്ട് കൊണ്ടുപോവുകയാണ്. ഗണപതി ഭഗവാനേ ഹരിഹര സുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശ്രീരാമ സ്വാമിയേ ശ്രീരാമ സ്വാമിയേ ആരാ കയറുന്നേരം ഇതിലേ ഇങ്ങോട്ട് നടക്കാനകത്ത് എല്ലാവരും മുമ്പ് പോകും. നമ്മളിപ്പോൾ രാവിലെ ഒരു 7 മണിയായപ്പോഴത്തേക്ക് ശബരിമലയ്ക്ക് പോകാനായിട്ട് വെളിനെല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് കെട്ടുമുറുക്കി അവിടെയുള്ള ഭക്തജനങ്ങളും മറ്റുള്ള നല്ല ഗംഭീരമായ രീതിയിലുള്ള സ്വീകരണം കാര്യങ്ങളും തന്നാണ് ഞാനിപ്പം ശബരിമലയ്ക്ക് പോകുന്നത്. ശബരിമല പോകുന്നത് തന്നെ ഇപ്പോൾ വെളിനെല്ലൂർ മണികണ്ഠൻ 6ാമത്തെ തവണയാണ് ശബരിമലയിൽ പോകുന്നത്. ശബരിമല ഉത്സവത്തിൻ്റെ ഭാഗമായി അവിടെ 10 ദിവസത്തെ ഉത്സവമാണ്. നാളെയാണ് കൊടിയേറ്റ്. ഇന്ന് പമ്പയിലിറങ്ങി വിശ്രമമൊക്കെ കഴിഞ്ഞ് ആനയ്ക്കുള്ള തണുപ്പീരും കാര്യങ്ങളും ആനയുടെ ആഹാര കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആന ഒരു 3:30-4 മണിയോടുകൂടി മല കയറും. മലയിൽ ചെന്ന് അവിടെ ഇന്ന് അവിടെ പൂർണ്ണമായി ആനയ്ക്ക് വിശ്രമമാണ്. വിശ്രമത്തിന് ശേഷം നാളെ രാവിലെ ഒരു 9-10 ഇടയ്ക്ക്, കൃത്യമായ സമയം അറിയില്ല, ആ സമയത്താണ് കൊടിയേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 5ാം ഉത്സവത്തിന് മുതലേ ഉള്ള വിളക്കിന് എഴുന്നള്ളത്ത്. പിന്നെ ഒരു 4 ദിവസം ആന അവിടെ തന്നെ റെസ്റ്റാണ്. അതിനുശേഷം 5ാം ഉത്സവത്തിൻ്റെ അന്ന് വിളക്കിന് എഴുന്നള്ളിപ്പും അതിനുശേഷം തുടർന്ന് പള്ളിവേട്ട ആറാട്ട് കഴിഞ്ഞ് തിരികെ വെളിനെല്ലൂർ ക്ഷേത്രത്തിലേക്ക് തിരികെ ആന എത്തും. കാണാം. പേരെന്ന് പറഞ്ഞു അർജിത്ത് കാണാം. ശരി, ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. അപ്പൊ നമ്മുടെ ആനവണ്ടി ഡ്രൈവർ ശരത് അളിയനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തട്ട അല്ലേ, നമ്മളെ വീഡിയോ ഉള്ളതാണ്. സ്ഥലം മൈനാപ്പിള്. ഇപ്പൊ ഇവിടെ ഉള്ളത് പാപ്പായി, എന്താ പേര്? സുജിത്ത്, മറ്റേത് അനീഷല്ലേ? അല്ല, ആന ഇപ്പം അങ്ങനെ സാധാരണ ഇപ്പം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 20 വർഷത്തിനകത്തേ ആവുന്നുള്ളൂ. കാരണം ഞാൻ ആദ്യമായി ശബരിമല പോകുന്നത് 20 വർഷത്തിന് മുമ്പാണ്. ഒരു ആനയും കൊണ്ട്, വെട്ടിക്കാട് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആനയാണ് ഞാൻ ആദ്യമായി ശബരിമല കൊണ്ടുവന്നത്. അന്ന് ഇതുപോലെ ഞങ്ങൾ ആ വെട്ടിക്കാട് ക്ഷേത്രത്തിൽ വെച്ച് നല്ല ഗംഭീരമായ കെട്ടുമുറുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് പോകുന്നത്. പിന്നെ പോകുന്നത് മലയാളപ്പുഴ ആനയാണ്. അപ്പോൾ അതിനെ ഈ പറഞ്ഞതുപോലെ തന്നെ കെട്ടുമുറുക്കി നല്ല രീതിയിൽ തന്നെയാണ് അതിനെയും കൊണ്ടുപോയത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊണ്ടുപോയത് പന്മന ശരവണൻ. അതിനെ നല്ല ഗംഭീരമായ രീതിയിൽ പന്മനക്കാർ അന്ന് കോട്ടയത്ത് നിന്ന് ആന പന്മന വന്ന് അവിടുന്ന് കെട്ടുമുറുക്കിയാണ് ആന ശബരിമലയ്ക്ക് പോയത്. അതിനുശേഷം ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നത് എല്ലാ ആനകളും ഭക്തി നിർഭരമായി തന്നെ കെട്ടുമുറുക്കി കാര്യങ്ങൾ എല്ലാ ഒരു മനുഷ്യൻ
വ്രതം നിന്ന് വയ്ക്കുന്നത് പോലെ തന്നെ വ്രതം എന്ന് പറയുന്ന ആനയ്ക്ക് ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഉള്ള എല്ലാ കാര്യങ്ങളും ചടങ്ങുകളും നടത്തി കെട്ടുമുറുക്കി മേശാന്തി കെട്ടുമുറുക്കി ആനയുടെ തലക്കുന്നിൽ വെച്ച് ആണ് ആന ശബരിമലയ്ക്ക് പോകുന്നത്. ഇപ്പം 2 വർഷമായിട്ട് വെളുന്നുള്ള മണിയുണ്ട് കൂടെ. അതിന് മുമ്പ് ഞാൻ വെട്ടിക്കാട് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആനയോടായിരുന്നു കൂടുതൽക്കാല്. പിന്നെ മലയാളപ്പുഴ ആന, പന്മന ആന, അങ്ങനെ ഈ 2 ആനകളിൽ മാറി 2-3 വർഷത്തിനിടയ്ക്ക് ഞാൻ മാറി കയറിയിട്ടുണ്ട്. എന്നാലും എൻ്റെ സർവീസിൽ ഏറ്റവും കൂടുതൽ ഞാൻ കയറിയിട്ടുള്ള കരുനാപ്പള്ളിയിലെ വെട്ടിക്കാട് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആനയാണ്. തുടർച്ചയായിട്ടൊരു 18 വർഷം കയറി. അതിനുശേഷം പിന്നെയും ഒന്നാനക്കാരനായിട്ട് വീണ്ടും 2-3 കൊല്ലം വീണ്ടും നിന്ന്. ഇപ്പൊ ഈ വഴി ചെന്ന് ഇപ്പൊ ഈ വളവ് തിരിഞ്ഞ് അങ്ങോട്ട് നേരെ ഗണപതി അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ടാണ്, കൊട്ടാര ഗണപതി അമ്പലം. അവിടെ നമ്മൾ വലത്ത് തിരിഞ്ഞ് സിഗ്നലിൽ ചെന്ന് ഇടത്ത് കോട്ടയം റോഡിൽ പിടിക്കും. നേരെ അടൂരിൽ നിന്ന് വലത്ത് തിരിഞ്ഞ് കയറി പത്തനംതിട്ട റൂട്ട്, പത്തനംതിട്ട നേരെ ശബരിമല റൂട്ട്. നമ്മള് കൊട്ടാരക്കര എത്തിയല്ലേ? ഇതാണ് നമ്മുടെ കൊട്ടാര ഗണപതി അമ്പലം. നേരെ കാണുന്ന ഗണപതി അമ്പലം. ഓക്കെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എണ്ണം പറഞ്ഞ ആനകളിൽ ഒന്നാണ് വെളുന്നള്ളൂർ മണികണ്ഠൻ ആന. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മെയിൻ ക്ഷേത്രങ്ങളിൽ എല്ലാം തിടമ്പെടുക്കുന്നതും വെളുന്നള്ളൂർ മണിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പരിപാടി എടുക്കുന്ന ആനകളിൽ ഒരാനയാണ്. വേറെ ആനകളും 10, 100, 120, 130 പരിപാടി എടുക്കുന്ന ആനകൾ വേറെ ദേവസ്വം ബോർഡിനുണ്ട്. എന്നാലും അതിന് 100, 130 പരിപാടിയോളം ഒരു വർഷം എടുക്കുന്ന ഒരു ആനയാണ് വെളുന്നള്ളൂർ മണികണ്ഠൻ. ഇത് തൃപ്പാറ മഹാദേവ ക്ഷേത്രം. ഇന്ന് ആന ശബരിമലയ്ക്ക് പോകാനുണ്ട്, ഭഗവാനും തൊഴിച്ചിട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. പിന്നെ ഒരു 4 വർഷം മുമ്പ് ഇവിടെ എഴുന്നള്ളിച്ചിട്ടുണ്ട്. 10 വർഷം ഉത്സവത്തിന് വേണ്ടി എഴുന്നള്ളിച്ചിട്ടുണ്ട്. അവിടുത്തെ തൃപ്പാറ ശ്രീ മഹാദേവൻ എന്നുള്ള പേരുണ്ട്. അപ്പോ അത് ഈ പേരാണല്ലേ? അത് തന്നെ അതാണ് ഈ അമ്പലം, ഈ ക്ഷേത്രമാണിത്. അതെ, തൃപ്പാറ ശ്രീ മഹാദേവൻ വണ്ടിയുടെ പേരുണ്ട്. ആ ക്ഷേത്രമാണ് ഇതാണ്. സ്വയംഭൂ ഭഗവാൻ, ആറിന്റെ തീരത്തുള്ള അമ്പലമാണ്. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ മേജർ ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കോഴിക്കോട് തൃപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രം. അപ്പോൾ നമ്മുടെ ഈ വർഷത്തിലെ എല്ലാ വർഷവും ശിവരാത്രി വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. അപ്പോൾ ഈ ഉത്സവ സമയത്ത് നമ്മുടെ ഈ എഴുന്നള്ളിപ്പിന്, ശിവരാത്രി ദിവസം നടക്കുന്ന പ്രധാന എഴുന്നള്ളിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള തിരുവാറാട്ടിനോടനുബന്ധിച്ച് നമ്മുടെ അമ്പലത്തിലെ മിക്കവാറും എല്ലാ ഉത്സവങ്ങൾക്കും പങ്കെടുക്കുന്ന ഒരു ആനയാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട അത്രയും നമ്മളോടൊപ്പം നമ്മുടെ ദേവനോടൊപ്പം തന്നെ നമുക്ക് പ്രാധാന്യം തന്നുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്ന ഒരു ആനയാണ് നമ്മുടെ ഇത്. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ കമ്മിറ്റിയുടെ ചുമതലക്കാരെന്ന രീതിയിലും ഇതിനെ കാണുമ്പോൾ വളരെ സ്നേഹവും സന്തോഷവും ഉണ്ട്. പേര് പ്രസാദ് എന്നാണ്, ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റാണ്. ഇതാണ് നമ്മുടെ ഓമല്ലൂരപ്പൻ അമ്പലം. വണ്ടിയുടെ പേരും ഓമല്ലൂരപ്പൻ. ആ ഒരു അമ്പലമാണ് ഈ കാണുന്നത്. പാളിയൻ കാണിക്കൊക്കെ ഇട്ടിട്ട് പോണ വഴിക്കുന്ന കാണിക്കൊക്കെ ഇട്ടിട്ട് പോവുകയാണ് ഐശ്വര്യമായിട്ട്. പിന്നെ ഈ വണ്ടി നമ്മൾ വിളിക്കാനുള്ള പ്രത്യേകത കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയത്ത് പറഞ്ഞാലും നമ്മുടെ ഓട്ടത്തിന് കൃത്യമായി ഈ വണ്ടി വരും. നമ്മൾ പറയുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് വണ്ടി റെഡിയാണ്. നമ്മുടെ ഡ്രൈവറെ അല്ലെങ്കിൽ അതിൻ്റെ വിളിച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പുണ്ണി എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ നമ്മളുമായിട്ട് വണ്ടി ചെയ്തിരിക്കുന്നത്. അവൻ്റെ ആ കൃത്യസമയത്ത് ഡ്രൈവറെ പറഞ്ഞു വിട്ട് അതൊരു ഉത്തരവാദിത്വം തന്നെ. കാരണം ഒരു ആനയെ ഓടുമ്പോൾ അതിൻ്റെതായ സമയങ്ങളിൽ അപ്പോൾ നമുക്കിപ്പോൾ 4 ദിവസത്തെ പരിപാടി കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ 1 ദിവസത്തെ റെസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു റെസ്റ്റ് കിട്ടുന്ന സമയത്ത് നമുക്കൊരു ദിവസം വീട്ടിൽ പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അന്ന് വണ്ടി അവിടെ ഇട്ട് താമസിപ്പിച്ച് അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. നമ്മൾ പല കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് പോകുന്നത് ചിലപ്പം പരിപാടി ഇല്ലാത്ത ദിവസമായിരിക്കും. അപ്പോൾ ആ സമയത്ത് കൃത്യമായി വണ്ടി വന്ന് നമ്മൾ പോയി നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ അത് കൃത്യമായിട്ട് ഈ വണ്ടി ഓമല്ലൂരപ്പൻ എന്ന് പറയുന്ന വണ്ടി വരുന്നുണ്ട്. വന്ന് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചിട്ട് അവർ കൃത്യമായി പോവുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്ന പമ്പ വരെ ഉള്ളൂ. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പമ്പയിൽ നിന്ന് നമ്മൾ പിന്നെ നടന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി കയറി നേരെ സന്നിധാനത്ത്. പിന്നെ സന്നിധാനത്ത് എല്ലത്തില്ല, സന്നിധാനത്തിന് ഇപ്പുറത്തെ ദേവസ്വം മെസ്സിന്റെ അവിടെ ആനെ തിളയ്ക്കും. നാളെ രാവിലെയാണ് പിന്നെ ഉത്സവത്തിന്റെ കൊടിയേറ്റും ചടങ്ങുകൾക്കൊക്കെ ആയിട്ട് പോകും. അത് കഴിഞ്ഞ് ഇനി എപ്പോ തിരിച്ചു വരും? തിരിച്ച് അവിടുത്തെ ആറാട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ തന്നെ. അപ്പൊ എത്ര ദിവസം
ഓ, ഇനി അവിടെ 10 ദിവസം 10 ദിവസം അവിടെ തന്നെ, അവിടെ തന്നെ. ആനയോടൊപ്പം അവിടെ തന്നെ. ആനയോടൊപ്പം അവിടെ തന്നെ. ആ ഓക്കെ. അപ്പൊ ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് തിരിച്ചുള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ അപ്പൊ ഉള്ളൂ. നമ്മളെ വണ്ടി തന്നെ വിളിക്കുന്ന. പിന്നെ ഈ വണ്ടി തന്നെ ആയിരിക്കും വരുന്നത്. തിരിച്ച് ഈ വണ്ടി തന്നെ വരും. പിന്നെ അവിടുത്തെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മള് അവിടെ നല്ല റൂമും കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണല്ലോ ശബരിമല. അതുകൊണ്ട് അതൊരു വിഷയമല്ല. ആനയ്ക്ക് തീറ്റയും കാര്യങ്ങളെല്ലാം അവരവരുടെ ദേവസ്വത്തിൽ നിന്നാണ് ഇറക്കി തരുന്നത്. കാര്യങ്ങളൊക്കെ അവർ കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഇതിനെ ഇറക്കിയിട്ട് നേരെ തിരുവല്ല പോകും. തിരുവല്ല അല്ല, നമ്മള് ചെങ്ങന്നൂര് പോകും. ചെങ്ങന്നൂര് പോയി അവിടുന്ന് നമ്മുടെ ജയരാജാന അതിനെ എടുത്തോണ്ട് നമ്മൾ വെളിനല്ലൂര് പോകും. വെളിനല്ലൂര് പോയി ഇറക്കിയിട്ട് പിന്നെ തിരിച്ച് നമ്മളെ താമരപ്പടി വിജയന പരിപാടിയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഇവരുടെ പരിപാടി ഏറെക്കുറെ കഴിയും. ഇവരുടെ പരിപാടി കഴിഞ്ഞ് ആറാട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവര് വിളിക്കും. അപ്പോഴത്തേക്ക് നമ്മളിഞ്ഞ് പോരും. അത്യാവശ്യം നല്ല ഓട്ടമുണ്ട്. വണ്ടിക്കൊക്കെ നല്ല ഓട്ടമുണ്ട്. വണ്ടിക്ക് അത്യാവശ്യം സീസൺ ആയി കഴിയുമ്പോൾ ഓട്ടമുണ്ട്. സീസൺ ആയി കഴിയുമ്പോൾ നമ്മുടെ ഈ 4 ആനയില്ലേ, അതെ, ഒരാനയുടെ മാത്രം ഓട്ടമല്ലല്ലോ, 4 ആനയ്ക്കുള്ള ഓട്ടമാണ്. ഞാൻ ഇതിനകത്ത് മെനക്കെടുമ്പോ എന്റെ ശമ്പളം കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ ഏറ്റവും കൂടുതൽ തന്നെ ഒരുപാട് നേരം ആനകളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമ്മളെ മണികണ്ഠനെ കൊണ്ട് ശബരിമലയ്ക്ക് പോകാനൊരു അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ. അങ്ങനെയൊക്കെയുള്ള കുറെ നല്ല നല്ല കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമുക്ക് ജോലി ആസ്വദിച്ച് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ആസ്വദിച്ചല്ലേ ജോലി നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ്. തീർച്ചയായിട്ടും നമ്മൾ അത്രയും ആസ്വദിച്ച് ചെയ്യുന്നത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ്. നമ്മൾ അത്രയും ആസ്വദിച്ചാണ് ചെയ്യുന്നത്. അതെ. സമയം ഇപ്പൊ ഏകദേശം 11 മണിയായപ്പോഴത്തേക്കും നമ്മൾ പൂനംകരയിലാണ് നിൽക്കുന്നത്. അത് കൊടും വെയിലായി, നമുക്ക് ഇനി സഹിക്കാൻ കഴിയാത്ത ചൂടായി. അപ്പൊ ആനയുടെ കാര്യം പറയണല്ലോ. അപ്പൊ നമ്മള് ഒരു തണല് വാക്കിന് വണ്ടി ഒതുക്കിയിട്ട് ആനയെ അഴിച്ച് ഒരു തണലത്തിട്ട് കെട്ടാൻ പോവുകയാണ്. അതിനുശേഷം ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് താന്നിട്ട് മാത്രമേ ഇനി അങ്ങോട്ട് വണ്ടി എടുക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പൂനംകരയിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു തണൽ നോക്കി തന്നെയാണ് വണ്ടി നിർത്തിയേക്കുന്നത്. ആനയെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂനംകരയിൽ ഇങ്ങനെ ആന വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴത്തേക്കും ഒരമ്മ ഇവിടെ ബസ് കാത്തിരിക്കുകയാണ് ഈ ജംഗ്ഷനിൽ. അപ്പോൾ നമ്മളോട് ചോദിച്ചു ശബരിമലയ്ക്ക് പോവുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അതെ, നമ്മളല്ല പോണത്, ആനയാണ് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അടുത്തുള്ളൊരു കടയിൽ ഓടിപ്പോയി ഒരു പോലെ പഴം മേടിച്ചുകൊണ്ട് വന്ന് അമ്മ തിരിച്ചു കൊണ്ട് വരുന്ന വഴിക്ക്. അപ്പോൾ നമ്മൾ കാണുന്നതേ ഉള്ളൂ അമ്മ അങ്ങനെ പഴം മേടിച്ചുകൊണ്ട് വരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ പെട്ടെന്ന് ബസ്സും വന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓടി നമ്മളെ കൊണ്ട് തന്നിട്ട് ഓടിപ്പോയി. ഒരു നല്ലൊരു ഫോട്ടോ വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ആഹാരപ്രിയനാണ്. ദേഷ്യം വരും. അത് നമ്മക്കായാലും അങ്ങനെയാണല്ലോ. വിശന്നാ പിന്നെ കണ്ണ് കാണാൻ പറ്റും. എങ്ങനെയാണ് ഇതിന്റെ ആഹാരം? ഒരു ദിവസത്തെ രാവിലത്തെയും ഉച്ചക്കത്തെയും കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഒരു 10-20 വനങ്കയും ആനയ്ക്കൊന്നും 25 വനങ്കൈ വേണം ഒരു ദിവസം. പനങ്കൈ വയറിയാതെ തന്നെ തിന്നും. വേറെ എന്തൊക്കെ വേസ്റ്റ് കളയത്തുമില്ല. മറ്റുള്ള ആനകൾ വലിച്ചേരി കളയുന്ന. ഓക്കെ. ആന എന്തൊക്കെ ഫുഡ് കഴിക്കും? ആനയിപ്പോ പനയോല, തെങ്ങോല, അതൊക്കെയാണ് നമ്മളിപ്പം മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ പുല്ലൊന്നും നമ്മൾ ആനയ്ക്ക് ഇപ്പൊ പുല്ലൊന്നും കൊടുക്കുന്നു. ഈ 2 ആഹാരമാണെങ്കിൽ പനയോലയും പിന്നെ ഇടയ്ക്ക് ഇപ്പൊ ആൾക്കാർ കൊണ്ടുവരുന്ന പഴവും അവലും ശർക്കരയും. നമുക്കും റെസ്റ്റ്, ആനയ്ക്കും റെസ്റ്റ്. ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഒന്നായിട്ട് ആണ് ഇനി യാത്ര തുടങ്ങുന്നത്. ഇനി ഒരുപാട് ദൂരമില്ല, ഒരു 45 കിലോമീറ്റർ അത്ര അടുത്തേ ഉള്ളൂ. ഏകദേശം 45 കിലോമീറ്റർ, 50 കിലോമീറ്ററിനകത്ത് മാത്രമേ ഇനി ദൂരമുള്ളൂ. ഒരു 2 മണിക്കൂർ കൊണ്ട് എത്താവുന്നത് ദൂരേ ഉള്ളൂ. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അല്ലേ, ചോറ് റെഡി. സമയം ഏകദേശം 1:30 അപ്പം നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് പാഴ്സൽ കൊണ്ടുവന്നു. നമ്മളിവിടെ അടുത്തുള്ളൊരു കടയിൽ പറഞ്ഞപ്പോഴത്തേക്കും ആ കടയിലെ ചേച്ചി തന്നെ അല്ലേ ഹോട്ടലിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് നമുക്ക് റെഡിയാക്കി തന്നു. അല്ല എങ്ങനെയുണ്ട്? നമ്മൾ ആന അവിടെ ഇരിക്കുന്നത്, എല്ലാവരും അവിടെ ആയിട്ടൊക്കെ ഇരുന്നാണ് കഴിക്കുന്നത്. നമുക്കൊരു കലിങ്ങ് കിട്ടി. എന്തൊക്കെയുണ്ട് കഴിക്കാൻ? ചോറുണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്, അവിയലുണ്ട്, പരിപ്പ് പപ്പടം. ഇതൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ കിട്ടുമോ? അതെ. ഈ ഒരു കാറ്റും ഈ റബ്ബർ ചോട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു കാറ്റിന്റെ സുഖം ഏത് എസിക്കാണ് കിട്ടുന്നത്? മുകളിലല്ലേ? എങ്കിൽ സലാഡ് ഫ്രീ. ആന നമ്മളെ കല്ലെടുത്ത് എറിഞ്ഞു. എന്താ ഉദ്ദേശിച്ച് വിളിച്ചതാണെന്ന് തോന്നുന്നല്ലേ? ആ പഴം കൊടുക്കാൻ വിളിച്ചതാ. ദാണ്ട് ഈ കല്ല് ആന തുമ്പിക്കൈക്കെടുത്ത് എറിഞ്ഞതാണ്.
സംഭവം പഴം കൊടുക്കാൻ ഉദ്ദേശിച്ചതാണെന്ന് തോന്നുന്നു. അപ്പം ആ പുള്ളിക്കാരന് ഷർത്തള്ളിയത് മനസ്സിലായി. ഒരു പടലപ്പഴം ഇനിയും വേണമെന്ന്, അല്ലെങ്കിൽ ഇനിയും വേണമെന്ന്. വണ്ടി ഓമല്ലൂരപ്പൻ വണ്ടിയാണ്. ആ അത് നമ്മുടെ ആനകളെന്ന് പറയുന്ന ഓമല്ലൂർ മണികണ്ഠൻ, ആ വെളിനെല്ലൂർ മണികണ്ഠൻ, വെളിനെല്ലൂർ മണികണ്ഠനാണ് ഈ നിൽക്കുന്നത്. പിന്നെ താമരക്കുടി വിജയൻ, താമരക്കുടി വിജയൻ, തിരുവല്ല ജയരാജ്, തിരുവല്ല ജയ. ഇത് 4 ഇത്ര ആനകൾ നമ്മൾ ഈ വണ്ടിക്കകത്ത് കൊണ്ടുവന്നത്. പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മളെ ഓമല്ലൂരുള്ള അപ്പുണ്ണി എന്ന് പറഞ്ഞാണ് എൻ്റെ വണ്ടി. അതെ. അപ്പുണ്ണിയണ്ണ മാത്രമല്ല, ഭീമലെ, പിന്നെ നന്ദു ചേട്ടനെ, തൃപ്പാറ നന്ദു ചേട്ടനെ, വിമലെ, ഇവരെല്ലാവരും ഒരുമിച്ച് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. നമ്മളതിന്റെ ഡ്രൈവർ ഇപ്പം സീസൺ തുടങ്ങുമ്പോൾ വണ്ടി നമ്മളെ ഏൽപ്പിക്കും. സീസൺ കഴിയുമ്പോൾ നമ്മൾ വണ്ടി കഴി വൃത്തിയാക്കി അവരുടെ ഷെഡുണ്ട്, ഷെഡിൽ കയറ്റിയിടും. ഈ ഒരു ആന വണ്ടിയിലെ ഡ്രൈവർ എന്ന് പറയുന്നത് സാധാ ഒരു പാസഞ്ചർ വണ്ടി കൊണ്ടുപോകണതിനെ കാട്ടി കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? നമ്മൾ വിട്ടു വരുന്നു, പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും എടുത്ത് കുറുക്കിയാടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ആൾക്കാരുടെ അടുത്ത് കുറുക്കിയാടിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചവിട്ടാൻ പറ്റത്തില്ല. ഓക്കെ. ഞാൻ അന്നാളെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ ഈ ആന എന്ന് പറയുമ്പം നമ്മൾ ഈ കഴയൊക്കെ എടുത്തിട്ടെന്ന് പറഞ്ഞാലും എല്ലാത്തിനും ഗ്യാപ്പ് ഉണ്ടാവും. ഒരു നിശ്ചിത ഗ്യാപ്പിനകത്തല്ലേ ആന. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പെരുമ്പോം ചെന്നിടിക്കും, അതുപോലെ തന്നെ കൊമ്പ് ചെന്നിടിക്കും, അങ്ങനെയുള്ള പ്രശ്നം. അതൊക്കെ അന്നേരം പ്രശ്നമായില്ലെങ്കിലും ഭാവിയിൽ അതൊക്കെ ആനയ്ക്ക് കേടുണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കൊണ്ടുവന്നൊരു മുതലിനൊരു ആവത്തില്ലാതെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമല്ലേ. അപ്പൊ അവരിപ്പോ നമ്മുടെ വണ്ടിയിൽ ഒരു ആനയെ കയറ്റി വിടുന്നു. അപ്പൊ അവർക്കൊരു ഉദ്ദേശമുണ്ട്, ഇന്ന വണ്ടിയില ഇന്ന ആളെ ഡ്രൈവർ, കുഴപ്പമില്ല, പോയിട്ട് കറക്റ്റായിട്ട് തിരിച്ചെത്തും എന്നൊരു സമാധാനം അവർക്കുണ്ട്. അത് ഇപ്പൊ നമ്മളെ വിശ്വാസം ഉണ്ടാകണ്ടല്ലേ നമ്മളെ വണ്ടി കയറ്റി വിടുന്നു. നമ്മളാ വിശ്വാസം ഇല്ലാതാക്കുന്നത് ശരിയാന്നു. അതിലൊക്കെ ഉപരി ഇത് നമ്മളെപ്പോലുള്ള ജീവനല്ലേ. അതിന്റെ ജീവൻ ഒരു ആപത്ത് വരുത്തിട്ട് നമുക്കെന്തോ സാധിക്കാൻ. പിന്നെ ഈ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഞാൻ ചവിട്ടി പിടിച്ചുള്ള ഓട്ടവും പരിപാടിയൊന്നുമില്ല. ഇനി ആരെവിടെ കിടന്ന് എന്തോ ഇളക്കി പറിച്ചെന്ന് പറഞ്ഞാലും ശരി തന്നെ, ഞാൻ എൻ്റെതായിട്ടൊരു സ്പീഡുണ്ട്. ആ സ്പീഡേ ഞാൻ ആനയെ കൊണ്ട് വരത്തുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉറങ്ങാൻ വന്നു കഴിഞ്ഞാൽ വണ്ടി അപ്പം സൈഡാക്കി ഉറങ്ങും. അവിടെ പിന്നെ ഞാൻ വലിയ ഡ്രൈവറാ, ഞാൻ ഇവിടുത്തെ കൊലകുത്തിയ ഡ്രൈവറാണെന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കപ്പിച്ചാൽ വണ്ടി ഓടിച്ചു പോകുന്ന പരിപാടിയൊന്നും ഇല്ല. അങ്ങനെയുള്ള ഒരു പരിപാടി നമുക്കില്ല, അതിന്റെ ആവശ്യവും ഇല്ല. ഇയാൾ 5 മിനിറ്റ് താമസിച്ച്, ഓക്കെ 5 മിനിറ്റ് താമസിച്ച്, ചിലപ്പോൾ അവർ 2 തെറി വിളിക്കുമായിരിക്കും, എന്നാലും വിഷയമില്ല. ഇത് എവിടെയെങ്കിലും പോയി മറിയുകയോ ചെയ്തു, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ആവത്ത് വന്നു, അല്ലെങ്കിൽ കൂട്ടത്തിൽ ആരെങ്കിലും ഈ ഇതിനകത്ത് കിടക്കുന്ന ഈ നമ്മുടെ ആനയുടെ കൂടെ കിടക്കുന്ന പാപ്പാമാർ എന്നെ വിശ്വസിച്ചില്ലേ അതിനകത്ത്. ഞാൻ ഉറക്കപ്പിച്ചാൽ ഞാൻ വലിയ ഡ്രൈവറാന്നും പറഞ്ഞിട്ട് ഞാൻ വെച്ച് കയറ്റി പോയി എവിടെയെങ്കിലും ചെന്ന് കയറി ആ പാവങ്ങളുടെ ജീവിതവും പോയി, പുറകെ നിൽക്കുന്നതിന്റെയും പോയി. അപ്പോൾ ഡ്രൈവർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആനവണ്ടി ഡ്രൈവർ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ട കാര്യം തന്നെയാണ്. ഞാനിപ്പോ വണ്ടി വഴിയിൽ ഒതുക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങി. അപ്പൊ എൻ്റെ അടുത്ത് ആരും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഉറക്കപ്പിച്ച് ഞാൻ വണ്ടി ഓടിച്ചു പോവുക, അല്ലെങ്കിൽ ഒരു അപകടകരമായിട്ടുള്ള രീതിയിൽ ഞാൻ വണ്ടി ഓടിച്ചു പോവാമെങ്കിൽ അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മൾ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ഉറങ്ങി, അതിനെ ആരും ചോദിക്കണ്ട. ഇപ്പം ഇതിന്റെ അപ്പുണ്ണിയണ്ണൻ തന്നെ, അപ്പുണ്ണിയണ്ണൻ നല്ല ഈ ആനയും കൊണ്ട് നടക്കുന്ന ചേട്ടന്മാർ, ഇപ്പോൾ ഇതിന്റെ കുമാരണ്ണനായാലും രാജേഷണ്ണനായാലും ഈ പറഞ്ഞ ഞാൻ കൊണ്ടുവന്ന ആനയുടെ ആൾക്കാരെല്ലാവരും പറയും, നിനക്ക് ഉറക്കം വരുന്നോ, വണ്ടി സൈഡാക്കിയോ, ഉറങ്ങിക്കോ, നീ ഉറക്കപ്പിച്ച് ഓടിക്കേണ്ട കാര്യമില്ല. ഞാനത് ചെയ്യത്തുമില്ല. നമ്മുടെ ആദ്യത്തെ നമ്മുടെ ആനയെ എത്ര സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ വണ്ടി കഴിഞ്ഞ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ വണ്ടിയിലോട്ട് ഓടാൻ ഇറങ്ങി തന്നെ നമുക്ക് ഈ ആനയുള്ള സ്നേഹം കൊണ്ടാണ്. അല്ലാതെ നമുക്കിപ്പോൾ ഇതിനകത്ത് ഇന്നാ ചോദിക്കും ഇയാൾക്ക് ഇതിനകത്ത് നിന്ന് വരുമാനം കിട്ടുന്നില്ല. വരുമാനം കിട്ടുന്നുണ്ട്, ഇപ്പം നമുക്ക് സ്നേഹം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ടും കൂടെ ഈ പറയുന്നത് എന്തുവാ, നമ്മുടെ പാഷനും പ്രൊഫഷനിലൂടെ ഒന്നാക്കി മുന്നോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട്, അല്ലെങ്കിൽ അനുഭവത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പലരും അല്ല നമുക്ക് അതിനകത്ത്, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനകത്ത് ഒരു വിഷയമില്ല. കാരണം ഈ പറയുന്ന ഇപ്പം അതിനകത്തൊരു ചേട്ടൻ പറഞ്ഞത്, ഈ എന്തുവാ മഹാദേവനാനയുടെ വണ്ടി ഓടിച്ചപ്പോൾ എനിക്കറിയാം നീ കൊണ്ടിട്ട് അന്നേരം ഉറങ്ങും, പിന്നെ കൊണ്ടിട്ടിട്ട് ഞാൻ ഉച്ചം കുത്തിയിരിക്കാൻ പറ്റും. വണ്ടി കൊണ്ടിട്ടാ കിടന്നുറങ്ങുക, അല്ലാതെ പിന്നെ 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 വേറൊരു കാര്യം ഞാൻ പറയാം. ഈ മഹാദേവനാനയുടെ വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഇപ്പം വടക്കം പിന്നുവണ്ണന അതിന്റെ പാപ്പ ആ പുള്ളിയെ വിളിച്ച് ചോദിച്ചാൽ മതി, ഞാൻ ഈ വണ്ടി കൊണ്ടിട്ടിട്ട് ഞാൻ കിടന്നുറങ്ങുമോ അതോ ഇരുന്നോ ഇല്ലയോ എന്നുള്ളത്. പുള്ളിയെ എനിക്ക് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ലെങ്കിൽ പോലും പുള്ളി അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പുള്ളി വിളിച്ച് ചോദിക്കട്ടെ, പുള്ളി ആ അറിയാവുന്ന ഒരു വ്യക്തി അങ്ങ് പറയത്തില്ല. കാരണം ആ ആനയ്ക്ക് പനങ്കൈ വെട്ടാനും പനങ്കൈ ചുമക്കാനും അതുപോലെ തന്നെ അതിനെ അവലെ നനച്ചു കൊടുക്കാനേ കഴുകാനേ ഈ പരിപാടിക്കെല്ലാം അതിൻ്റെ കൂടെ. പിന്നെ തുച്ഛമായ ചില സമയം ചിലപ്പോൾ
അടുപ്പിച്ച് 2-3 പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ വണ്ടി ഒതുക്കി ഞാൻ അപ്പോഴേ നമ്മുടെ ജോലി കഴിഞ്ഞ് നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് കിടക്കാം. തീർച്ചയായും. അതിന് എവിടെയാണെങ്കിലും അത് നമുക്ക് മനുഷ്യൻ ഉറങ്ങണം. മനുഷ്യന്റെ ശരീരത്തിന് എപ്പോഴും വേണ്ടുന്ന കാര്യം ആവശ്യത്തിന് ആഹാരം, ആവശ്യത്തിന് വെള്ളം, അതുപോലെ തന്നെ അത്യാവശ്യമുള്ള കാര്യം ഉറക്കം. അതെ, അത് നമുക്ക് കിട്ടിയേ പറ്റും. അത് നമുക്ക് ആരുടെ ചോദിച്ചു വാങ്ങേണ്ട ആവശ്യം. നമുക്ക് റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കിടക്കാം. അത് നമ്മുടെ പിന്നെ ജോലിയായിട്ടാണ് ഈ പറയുന്ന പോലെ നമ്മൾ ലോങ് ഒക്കെ ഓടി വരുമ്പം ചിലപ്പോൾ വണ്ടി കൊണ്ടിട്ട ഉടനെ നമ്മൾ എവിടെയും കയറി കിടന്നുറങ്ങും എന്നുള്ളതല്ലാതെ രാത്രിയും പകലും ഓടുന്നില്ലേ. പിന്നെ ഈ നമ്മൾ ഉറക്കമുളച്ച് വന്നിട്ട് ഈ ആനയെ അഴിച്ച് തീറ്റാൻ പോകാനോ അല്ലെങ്കിൽ ഈ ആനയ്ക്ക് പരിപാടി എടുക്കുന്നത് നമ്മളൊന്നും അല്ലല്ലോ. അല്ല, നമ്മൾ ഡ്രൈവറല്ലേ. നമ്മൾ ഡ്രൈവറാണ്, നമുക്ക് ഇതിന്റെ പരിപാടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വനംകൈ നമ്മൾ 2 വനംകൈ വലിച്ചിട്ട് കൊടുക്കും. ഇപ്പം തന്നെ ഇതിന് തീറ്റയായിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അവർ കിടന്നുറങ്ങി, നമ്മൾ കണ്ടു, ആന വിളിക്കുന്നു, നമ്മൾ 2 കൈ ഇറക്കിയിട്ട് കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ അറിയാമല്ലോ, നമ്മളച്ഛൻ ആനക്കാരനാണ്. അപ്പോൾ അതിനെ കൊണ്ടു നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്കും അറിയാം. അപ്പോൾ ഒരു അത്യാവശ്യം വന്നാൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കും എന്നും പറഞ്ഞിട്ട് ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുന്നത് ഞാൻ ഉറങ്ങാതിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം. എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ ഉറങ്ങും. അതിനിപ്പോൾ ഈ പുള്ളിയല്ല, ഇനി പുള്ളിയുടെ വേറെ ആരെങ്കിലും വന്ന് ഉറങ്ങുന്ന പറഞ്ഞ രീതി തന്നെ. അല്ല, ഉറങ്ങണം. എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ ഉറങ്ങണം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഓട്ടത്തിൽ ഇപ്പോൾ ഞാൻ ഈ ആനയെ കൊണ്ട് പോകുന്ന സമയത്തായെങ്കിൽ പോലും ഞാൻ വരുന്ന സമയത്ത് എനിക്ക് കണ്ണിൽ ഉറക്കം വരുവാണെങ്കിൽ ഞാൻ അപ്പോൾ വണ്ടി തഴിയാക്കും, ഉറങ്ങും. ഉറക്കം കഴിഞ്ഞ് ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ 5 മണിക്കൂർ 6 മണിക്കൂറൊന്നും കിടന്നുറങ്ങത്തില്ല. 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കിടന്നുറങ്ങും. അപ്പോഴേ നമ്മൾ എവിടെയെങ്കിലും കട നിർത്തി ഒന്ന് മുഖം കഴി ഒരു ചായ എല്ലാം കുടിക്കും, വണ്ടി എടുത്ത് അപ്പോഴേ വിടും. ഞാൻ അവിടെ താഴെ നിന്ന് കയറി വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ല, മാക്സിമം 11 മണി, അതിനപ്പുറം വണ്ടി ഓടത്തില്ല. നമ്മൾ സൈഡാക്കും, ആനയെ ഇറക്കും. അതെ, കാരണം നമുക്ക് തന്നെ ഈ വെയിൽ സമയത്ത് ഒരുപാട് തളർച്ച വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ആനയ്ക്ക് ഉറപ്പായിട്ടും നമ്മളകത്ത് ഫാനും ഇട്ടിരുന്ന് പോയിട്ട് ആ പാവം പിടിച്ചതിനെ ആ പേരും വെയിലത്ത് നിർത്തിയിട്ട് വല്ല കഥയുണ്ടോ? ഇതിന്റെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് തകിടാ. തടിയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ തടി നമുക്ക് ഉപയോഗിച്ച് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. കാരണം ആനയുടെ 2 മൂത്രമൊക്കെ വീണ് കഴിയുമ്പോഴത്തേനും അത് പെട്ടെന്ന് നാശമാവും. അപ്പോൾ ഈ ഇരുമ്പായതുകൊണ്ട് വെയിലടിക്കുമ്പോഴത്തേനും ഇത് പഴുക്കും. ഈ 4 നടയാമരം ചവിട്ടിയല്ലേ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അതിനുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഏകദേശം ഇപ്പൊ 2 മണിക്കൂറോളം 2 മണിക്കൂർ പുറത്തായി. ഇപ്പൊ 2 മണിക്കൂർ. എന്തായാലും നമ്മൾ ഇനി ഉച്ച കഴിഞ്ഞിട്ട് തണലായിട്ട് നമ്മളൊരു നല്ല തണുപ്പായിട്ട്, അതായത് ഒരു 3, 3:30, 4 മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് എടുക്കാവും. അപ്പൊ അത്രയും നേരം അതിനൊരു റെസ്റ്റ്. കാരണം നമ്മളെ കണക്ക് കഴിഞ്ഞാൽ ജീവനല്ലേ. പിന്നെ തീർച്ചയായിട്ടും നമ്മളൊരു ജീവന് വില കൊടുക്കും, അത്രേ ഉള്ളൂ. അതെ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു അട്ടയഴഞ്ഞ് വന്നാലും നമ്മൾ വെട്ടിച്ചു കൊണ്ടുപോകും. എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ വെട്ടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യം ആണെങ്കിൽ നമ്മൾ വെട്ടിച്ച് കൊണ്ടുപോകത്തുള്ളൂ. കാരണം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു എണ്ണത്തിന്റെ മണ്ട കയറ്റാൻ, അതിന് ഒരു അട്ടയായാലോ എന്തോ ആയിക്കോട്ടെ, നമ്മളെ കണ്ണിൽ കാണുന്ന ഒരു സാധനത്തിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെട്ടിച്ച് മാറിയേ പോകത്തുള്ളൂ. നമുക്ക് അങ്ങനെ കയറ്റാൻ തോന്നത്തില്ല. പിന്നെ ഗതികെട്ട സമയത്ത് ചിലപ്പോൾ നമ്മളീ പറയുന്ന വണ്ടി നട്ടും പൊട്ടിൽ ഓടുന്ന സാധനമാണ്, എയർ ബ്രേക്കിൽ ഓടുന്ന സാധനമാണ്. ഈ സാധനം ഇടയ്ക്ക് വെച്ചൊന്ന് പോയി എവിടെയെങ്കിലും ചെന്ന് കയറുന്നെങ്കിലേ ഉള്ളൂ. ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെയെങ്കിലും ചെന്ന് കയറിയിട്ടില്ല. ഇത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എല്ലാ വീഡിയോയും നെഗറ്റീവും പോസിറ്റീവായിട്ട് ആളുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വിഷയം നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. നമ്മൾ ആനപ്രേമികളെയും കൂടെ ഒന്ന് പരിചയപ്പെട്ടല്ലോ. അവരെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. പേര് കണ്ണൻ. എവിടെ സ്ഥലം? എങ്ങനെയുണ്ട്? അനന്തു കട്ടപ്പന. വരൂ സുഹൃത്തെ. ഗോകുൽ. അപ്പോൾ എന്താണ് നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം? ആനയുടെ കുറച്ച് വീഡിയോ എടുക്കുക, അത്രേ എല്ലാം കാണുക. ഓക്കെ. അപ്പോൾ നമ്മളോടൊപ്പം തന്നെ കൂടെ ഉണ്ടാവുമല്ലേ? ഞാനും കൂടെ ഉണ്ടാവും. ഞാനും ആദ്യം പമ്പ വരാമെന്ന് വിചാരിച്ചാണ്, പമ്പ വരെ വരാമെന്ന് വിചാരിച്ചാണ്. പിന്നെ പ്ലാൻ മാറ്റി, പാതി വെച്ച് കളയണ്ടെന്ന് വെച്ച് ശബരിമലയ്ക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ശബരിമലയിലോട്ട് വീഡിയോ എടുക്കാനാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇതിനു മുമ്പ് ആന ഇരുമുടിക്കെട്ടും കൊണ്ട് മലയ്ക്ക് പോകുന്ന കൂടെ പോയിട്ടുണ്ടോ? ഫസ്റ്റ്. ഓക്കെ. മെയിനായിട്ട് പോകുന്നത് കാണാൻ. ഓക്കെ. അതെ, പലർക്കും, എനിക്ക് ഉൾപ്പെടെ എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് വീഡിയോ കാണുന്നതാണ്, ഇതുവരെയായിട്ടും വരാൻ പറ്റിയിട്ടില്ല. അതെ. അപ്പം നമുക്കിന്ന് ഒരുമിച്ച് കയറാം. ഹായ്. ഞാൻ സംഭവം ഈ ചെവിയുടെ പിറകിൽ വലിയ കോല് വെച്ചിട്ടുണ്ടല്ലോ, അത് നോക്കാനായിട്ട് വന്നു. അപ്പോൾ എന്നെ അടുത്തോട്ട് വിളിക്കുന്നത് എന്തിനാണ് എന്തായാലും പാപ്പ റെസ്റ്റ് എടുക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകണ്ട. പാപ്പ വന്നിട്ട് നമുക്ക് വിളിച്ച കാര്യം ചോദിച്ചു പോവാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടെ കയറി നിൽക്കും.
ആനയുടെ ചെവിയില് ഒരു കോല് വെച്ചേക്കില്ലേ, വലിയ കോല്, വിലക്കെന്ന് പറയും. അതിന്റെ എന്തെങ്കിലും ഒരു ഒരു ആനയ്ക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി വിലക്ക് വെക്കുന്നതാണ്. അത് വടക്കോട്ടുള്ള ആനകൾക്കാണ് കൂടുതലും. നമ്മുടെ ഇങ്ങോട്ട് തെക്കോട്ടങ്ങ് അധികം ആനകൾക്ക് അത് ഇപ്പൊ ഇല്ല. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ ആനയ്ക്ക് കാഴ്ച എങ്ങനെയുണ്ട്? ഇതിന്റെ കാഴ്ച ഏത് വശമാണ്? രണ്ട് വശവും കാണും, എല്ലാ വശവും ആനയ്ക്ക് കാണും. പുറയിൽ ആള് വന്ന് അപ്പൊ ആന അറിയുമല്ലോ. എനിക്ക് സംശയം, അങ്ങനെ ചോദിച്ചതാ. വെയിലും താന്നു, ഏകദേശം കാർമേഘങ്ങളും വന്നു തുടങ്ങി, മഴ ഉണ്ടാകുന്ന അറിയാൻ വയ്യ. എന്തായാലും നന്നായി, നമുക്ക് കുറച്ചും കൂടി നേരത്തെ ഇറങ്ങാൻ പറ്റി. നേരെ ശബരിമലയിലേക്ക് പോവുകയാണ്. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ശബരിമലയിലേക്ക്. ഈ ഒരു 40 കിലോമീറ്ററോളം ദൂരമുണ്ട്. 2.5-3 മണിക്കൂറോളം എടുക്കും. വളവും തിരിവാണ്. അതെ, എല്ലാം മനത്തിൽ കൂടെ ഉള്ള ഓട്ടമാണ്. മഴയുടെ അന്തരീക്ഷമൊക്കെ ഉണ്ട്. കാലാവസ്ഥ കൊള്ളാം. കാലാവസ്ഥ വലിയ നല്ലൊരു കാലാവസ്ഥയാണ്. വെയിലില്ലല്ലോ. ശാന്തമായി പോവാം. 10:45 നിർത്തി. കറക്റ്റ് 3 മണിയായപ്പോൾ വീണ്ടും മഴപ്പൂരാപ്പായതുകൊണ്ടാണ് ഇപ്പൊ എടുത്തത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എടുക്കുള്ളായിരുന്നു. അല്ലെങ്കിൽ 3-4 മണിക്കൂറോടെ കഴിഞ്ഞ് ഇവിടെ കൊണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അന്തരീക്ഷം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. കുഴപ്പമില്ല. മഴ പെയ്യുന്നത് ഇപ്പൊ ഈ യാത്രയിൽ മഴ പെയ്യുന്നത് നല്ലതാണ്. ആനയ്ക്ക് നല്ലതാണ്. നല്ല തണുത്ത്. ഏകദേശം കറക്റ്റ് സമയത്ത് ഞാൻ ഇറങ്ങിയതല്ലേ. നമ്മൾ ഇറങ്ങി ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് മഴയും പെയ്ത്. നമ്മള് ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞാൽ ഒരു ടവർ ഉണ്ട്. അതിന്റെ അവിടം വരെ കയറ്റം. അത് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും വലിയ കയറ്റം വയ്ക്കാം. അപ്പൊ ഇതില് എന്ന് പറയുന്നത് അപ്പൊ വണ്ടികളും വളരെ കുറവാണ് തോന്നുന്നു. വണ്ടിയില്ല, സീസണല്ലേ. സീസൺ തുടങ്ങിയില്ലല്ലോ. അത് കഴിഞ്ഞാൽ നിലയ്ക്കല്, അത് കഴിഞ്ഞ അട്ടത്തോട്, അത് കഴിഞ്ഞ പമ്പ, ചാലക്കയുണ്ട്, വഴി പമ്പ, എരുമേലി, സീതത്തോട്, പ്ലാപ്പള്ളി. പ്ലാപ്പള്ളി ഇവിടെയാണ്. ഇതാണ് പ്ലാപ്പള്ളി. എരുമേലി 2 കിലോമീറ്റർ. ഫോറസ്റ്റ് കെട്ടിടങ്ങളേ ഉള്ളൂ. വേറെ ഒന്നും അല്ല, 2 കിലോമീറ്റർ അല്ല, 21 കിലോമീറ്റർ എരുമേലി. അച്ചൻകോവിൽ 86 കിലോമീറ്റർ വലത്ത്. അത് ഇതിലെ ഈ വഴിയാണ്. ആ വഴിയാണ്. ഒറ്റപ്പെട്ട വീടുകളല്ലേ. അത് മുകളിൽ കണ്ട ഒരു ഏറുമാടം കണക്ക്. പഴയ കാലത്തെ ഏർമാടം. നിലയ്ക്കൽ കഴിഞ്ഞിട്ട് ഒരു 10-30 വളവളെങ്കിലും ഉണ്ടെന്ന്, ചെറുതും വലുതുമായിട്ടൊക്കെ. ഞാൻ അവിടെ ഇറക്കവാ. ഇറങ്ങി ചെല്ലുന്ന പമ്പ. ഇതൊരു വല്ലാത്ത കാഴ്ചയായിരിക്കും മിക്കവാറും. ആ സൈഡ് നോക്കിയാണ് മലയും കോടയും, ഈ സൈഡ് നോക്കിയാണ് അടിപൊളി റോഡും. കോടമഞ്ഞൊക്കെ റോഡിലോട്ട് ഇങ്ങനെ ഒഴുകി നടക്കുക. പണ്ട് ഇവിടെ ബസ് നിർത്തിയിട്ടേ ചാലക്കയത്ത് ഇവിടെ നടന്നാ പോയിക്കൊണ്ടിരുന്നു. പമ്പ പിന്നല്ലേ ബസ് സ്റ്റാൻഡായത്. വളവിൽ ആ സൈഡിൽ കൂടെ ഓവർടേക്ക്. വീണ്ടും മഴ ഉറച്ചു തുടങ്ങി. പമ്പയിലെത്തിയപ്പോഴത്തേക്ക് വെളിഞ്ഞല്ലൂർ മണികണ്ഠന്റെ കെട്ടും കെട്ടിയുള്ള ശബരിമല യാത്ര അങ്ങനെ നമ്മളിവിടെ പമ്പയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകദേശം 5 മണിയായി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പമ്പയിൽ നിന്ന് സന്നിധാനം വരെ ഇനി നമ്മുടെ യാത്ര നടന്നാണ്. ആനനെ ഇറങ്ങി കഴിഞ്ഞാൽ ആന വണ്ടിയും കൊണ്ട് ക്ഷേത്രത്തിലേയും തിരിച്ചു പോകും. പോയിട്ട് ഇനി ഒരു 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരത്തുള്ളൂ. കാരണം 10 ദിവസം ആന ഇവിടെ ഉണ്ടാവും, സന്നിധാനത്തുണ്ടാവും. ഇവിടുത്തെ ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി തിരിച്ചിറങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പൊ കാണാം. പോയിട്ട് വരാം. ഇറങ്ങുമ്പോൾ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ കൃഷ്ണകുമാരണ്ണൻ 1-ാം പാപ്പാൻ ആനയ്ക്ക് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മളിനി നേരെ എത്ര 5 കിലോമീറ്റർ ഉണ്ടല്ലേ? 4 കിലോമീറ്റർ ഉണ്ട്. നടന്നാണ് യാത്ര. എല്ലാം റെഡിയല്ലേ? ബാഗ് കേട്ടാ വന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ മുകളിലോട്ട് കയറുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാട്ടുപന്നി. അപ്പോൾ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് വെളിഞ്ഞല്ലൂർ മണികണ്ഠൻ 1-ാം പാപ്പൻ്റെ കൂടെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്.
മലകയറി തുടങ്ങി. വെളിഞ്ഞല്ലൂർ മണികണ്ഠനോടൊപ്പം നമ്മൾ മലകയറുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ കൊടിയേറ്റമാണ്. ഉത്സവമൊക്കെ കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ഇനി മണികണ്ഠൻ തിരിച്ചിറങ്ങത്തുള്ളൂ. 10 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും. പാപ്പാന്മാരും ഇവിടെ തന്നെ ഉണ്ടാവും. രണ്ടാമത്തെ എപ്പിസോഡായിട്ട് നാളത്തെ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.